എല്ലാവർക്കും ഹായ്. ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൈലത് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. വോരറ്റന്റെ ഈ അവലോകനം ഓഗസ്റ്റ് 06, 2025 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുക്കകലത് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഡെലവ് ഹരയെതിരെ 59 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പരിഹാരങ്ങൾക്കായി നോക്കുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 2.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 2.5 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.7 പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കോറിനെതിരെ 2.5 പോയിന്റ് ഹാനൽസുഡ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം. മൈനസിന്റെ മാറ്റം കാണിച്ചു 6.9%. 29.5% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. കമ്പനിയുടെ വിപണി മൂലധനം $0.8 ബില്യൺ മൂല്യം. $108 ബില്യൺ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം $0.4 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $1089 ബില്യൺ ആണ്. മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.007%. പുസ്തക മൂല്യം മൂലധനവൽക്കരണം 0.037%. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $0.457 ബില്യൺ സാമ്പത്തിക ബാധ്യതയുണ്ട്. ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ 114%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 44.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 29.7. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $18 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $103 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.9 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 6.8 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $420 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ വരുമാനം $760 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിൽപ്പന മാർജിൻ 4.3%. ഉപവിഭാഗത്തിന് ശരാശരി 22.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.034%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 386% കൂടുതലാണ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $1049 ആണ്. ഉപവിഭാഗത്തിൽ $4868 ഉണ്ട്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $23.80 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $163.70. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $550,000 ആണ്. ഉപവിഭാഗം $715,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 11.9% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 1%. സൂചകം ഗിരെ 14 കമ്പനിക്ക് 17% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 59%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $21.7 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $32 കൂടെ 57 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കാളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരി മൂല്യനിർണ്ണയ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ഹാനരസുഡ് സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം ഗുരുക്കാളത് ഒരു തീരുമാനം എടുക്കുന്നു. $21 കൂടെ 69 സെന്റ് വിലയിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക ലാഭം 28.07 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 15.31 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 സെപ്റ്റംബർ 5 എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ TNLJD ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആണ്. ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പൊതുജനങ്ങൾക്ക് വളരെ നന്ദി. ഗുരുക്കാളത്